നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2026 സമ്മർ ട്രാൻസ്ഫർ വിൻഡോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം വലിയ രൂപത്തിൽ താരങ്ങൾ കൂടുവിട്ട് കൂടുവാറാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ 2026 ജൂൺ മാസത്തോടുകൂടി സമ്മറോടുകൂടി ഫ്രീ ഏജൻറ്റുമാരാകുന്ന പ്രമുഖ താരങ്ങളുടെ ലിസ്റ്റ് നമ്മൾ നോക്കിയാണ്. 10 പേരുടെ ലിസ്റ്റ്. ഇപ്പോഴേ അവർക്ക് വേണമെങ്കിൽ മറ്റ് ക്ലബ്ബുകളുമായിട്ട് നെഗോസിയേഷൻസ് നടത്താം. കരാറ് അവസാനിക്കുന്നതിന് 6 മാസക്കാലം മുമ്പ് തന്നെ മറ്റ് ക്ലബ്ബുകളുമായിട്ട് നെഗോസിയേഷൻസ് നടത്താം. ലീഗലി അവർക്കതിന് പ്രശ്നമില്ല. നിങ്ങൾക്കറിയാമല്ലോ ആ റൂളൊക്കെ. ഏതായാലും 10 പേരിൽ 10ാം സ്ഥാനത്ത് നമ്മൾ പറയുന്നു ആൻ്റോണിയോ റൂഡിഗർ. റയൽ മാഡ്രിഡിൻ്റെ താരമായിട്ടുള്ള 32കാരനായ ജർമ്മൻ ഡിഫൻഡർ ഒരു പക്ഷേ ഈ സീസണിനൊടുവിൽ ക്ലബ്ബ് വിടാനുള്ള സാധ്യതയാണ്. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കാൻ പോവുകയാണ്. ഇതുവരെ എക്സ്റ്റൻഷൻ സംഭവിച്ചിട്ടില്ല. ഓൾറെഡി ഈ സീസണിൽ അദ്ദേഹം 20 മത്സരങ്ങളിലധികം പുറത്തിരുന്ന് കഴിഞ്ഞു. ശരിയായിട്ട് റയൽ മാഡ്രിഡിൻ്റെ ഡിഫൻസ് ഷെയ്ക്കിയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ക്ലബ്ബ് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹം ക്ലബ്ബിൽ നിന്ന് പുറത്തു പോകാനാണ് സാധ്യത. 9ാം സ്ഥാനത്ത് കാസിമിറോയാണ്. കാസിം ബായിക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ യുണൈറ്റഡ് ആരാധകർ. നല്ല രൂപത്തിൽ കിടിലൻ പ്രകടനങ്ങൾ ഇപ്പോൾ കാസിമിറോയിൽ നിന്ന് വരുന്നുമുണ്ട്. പക്ഷേ ഓൾറെഡി അദ്ദേഹം പ്രഖ്യാപിച്ച് കഴിഞ്ഞതാണല്ലോ ക്ലബ്ബ് വിടുകയാണ് എന്ന്. സോ അദ്ദേഹം ക്ലബ്ബ് വിടുകയാണ്. ഫ്രീ ഏജൻ്റായിട്ട് ക്ലബ്ബ് വിടും. 8ാമത് ഡ്യൂസൻ വ്ലഹോവിച്ച് ആണ്, യുവൻറ്റസിൻ്റെ താരം. വ്ലഹോവിച്ചിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെയധികം ക്ലബ്ബുകൾക്ക് താല്പര്യമുള്ളൊരു കളിക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിൽ നിന്നൊരു പ്ലെയർ എന്ന നിലയിൽ നമ്മൾ പ്രതീക്ഷിച്ചൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷേ എന്നാൽ പോലും അദ്ദേഹം ഒരു ക്വാളിറ്റി സ്ട്രൈക്കറാണ്. ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം ക്ലബ്ബ് വിട്ട് മറ്റൊരു ക്ലബ്ബിലേക്ക് ചേക്കേറിയേക്കും. ഫ്രീ ഏജൻ്റ് ആവുകയാണ്. ഇബ്രാഹിമ കൊനാറ്റെ, ലിവർപൂളിൻ്റെ താരം അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി റയൽ മാഡ്രിഡിന് താല്പര്യമുണ്ട് എന്നുള്ളത് പോയ സീസണിലടക്കം നമ്മൾ കേൾക്കുന്നതാണ്. എന്തായാലും അദ്ദേഹം ഫ്രീ ഏജൻ്റ് ആകാൻ പോകുന്നു വരുന്ന സമ്മറിൽ. പിന്നെ ഹാരി മഗ്വയർ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഹാരി മഗ്വയർ അങ്ങനെ അങ്ങ് കൈവിടാനൊക്കെ യുണൈറ്റഡിന് പറ്റുമോ? സാധ്യത കുറവാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഫ്രീ ഏജൻ്റ് ആവാൻ വേണ്ടി പോകുന്നു. 5ാം സ്ഥാനത്ത് ബെർണാഡോ സിൽവ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരം. അദ്ദേഹവും ഇതാ ഫ്രീ ഏജൻ്റ് ആവാൻ പോവുകയാണ്. 31 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. ക്ലബ്ബിൽ അടുത്തൊരു ഘട്ടത്തിൽ അദ്ദേഹം അവിടെ സിറ്റിയിൽ തുടരാനുള്ള സാധ്യത കുറവാണ് എന്ന റിപ്പോർട്ടുകളുണ്ട്. ബാഴ്സലോണയിലേക്ക് ചേക്കേറാൻ താരത്തിന് താല്പര്യമുണ്ട്. 4ാമത് റോബർട്ട് ലെവൻഡോസ്കി, FC ബാഴ്സലോണയുടെ താരം. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എന്തായാലും ക്ലബ്ബ് ഇതുവരെ പുതുക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ബാഴ്സ കരിയറിലെ അവസാന ഇയർ ആയിരിക്കും ഇത് എന്ന് തന്നെയാണ് ലഭ്യമാവുന്ന വിവരങ്ങളൊക്കെയും. 3ാം സ്ഥാനത്ത് ലിയോൺ ഗോററ്റ്സ്കെ ബയേൺ മ്യൂണിക്ക് വിടുകയാണ് എന്ന് ബയേണിൻ്റെ ഡയറക്ടർ തന്നെ സ്ഥിരീകരിക്കുന്നത് നമ്മൾ കണ്ടു. ഏതായാലും അദ്ദേഹം ക്ലബ്ബിൽ നിന്ന് പോകുന്നു. ഇപ്പോൾ ഒരു പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡിനൊക്കെ നേരത്തെ അദ്ദേഹത്തിൽ താല്പര്യമുണ്ടായിരുന്നു. വീണ്ടും അവർ രംഗത്തെത്തുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടത്. 2ാമത് ജൂലിയൻ ബ്രാൻഡാണ്, ബൊറൂസിയ ഡോർട്ട്മുണ്ടിൻ്റെ താരം. അദ്ദേഹവും ഇതാ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്തോടുകൂടി ഫ്രീ ഏജൻ്റ് ആവാൻ വേണ്ടി പോവുകയാണ്. 1ാമത് സെർജി നാബ്രിയാണ്, ബയേൺ മ്യൂണിക്കിൻ്റെ താരം. അദ്ദേഹം സെർജി നാബ്രി അലിയൻസ് അരീനയിൽ തുടരും എന്ന തരത്തിലാണ് നേരത്തെയൊക്കെ സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതിനുള്ള സാധ്യത കുറവാണ്. മറ്റ് ഓപ്ഷൻസ് എന്തായാലും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വിൻസെൻ്റ് കോമ്പനി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് എന്ന വാർത്ത കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ താരങ്ങളൊക്കെയാണ് ഫ്രീ ഏജൻറ്റുമാരാകാൻ പോകുന്ന പ്രധാനപ്പെട്ട താരങ്ങൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.